Ladies and gentlemen, welcome to Boys vs Girls. ഇന്ന് സ്പോർട്ട്ഹുഡിന്റെ അണ്ടർ 17 ഗേൾസ് ടീമിലെ പ്ലേയേഴ്സ് ഞങ്ങൾക്കെതിരെ 5 ചലഞ്ചസിൽ കോമ്പീറ്റ് ചെയ്യാണ് ടു സീ ഹൂസ് ബെറ്റർ ബോയ്സ് ഓർ ഗേൾസ്. സോ നിങ്ങളെ ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാരാ? അല്ല നിങ്ങളെ പൊന്നപ്പൻ. നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് എലിമിനേഷൻ പെനാൽറ്റീസ് വിത്ത് എ ട്വിസ്റ്റ്. ഗ്രൂപ്പിലെ ആരെങ്കിലും ഒക്കെ പെനാൽറ്റി മിസ്സാക്കിയാൽ മതി, ദ എൻറ്റയർ ടീം ഈസ് എലിമിനേറ്റഡ്. ഏറ്റവും കോൺഫിഡൻ്റ് ആരാന്ന് ഞാൻ ചോദിച്ചതിൻ്റെ റീസൺ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫസ്റ്റ് ആരാ വരുന്നത് നിങ്ങളുടെ ടീമിൽ നിന്ന്? പൊന്നപ്പൻ. നിങ്ങൾക്ക് ഫസ്റ്റ് എടുക്കണോ അതോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണോ? എന്നാ സ്റ്റോൺ പേപ്പർ തുടങ്ങിക്കോളൂ. അല്ല ഓള് ന്യൂട്രലാട്ടോ. നമ്മളെ ഫസ്റ്റ് പെനാൽറ്റി പൊന്നപ്പൻ. കമോൺ. മിസ്സാക്കി ഞങ്ങളുടെ ടീം ഓൾറെഡി ഔട്ടായി. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നമ്മളെ ടീമിൽ നമുക്ക് കോച്ചിനെ തന്നെ ഫസ്റ്റ് പറഞ്ഞായി കേട്ടോ. കോച്ച് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക. ഓരോ കോച്ചാണ് ഇട്ടത്. Muchas gracias afición. പ്രഷർ ഉണ്ടോ? നോക്കട്ടെ. അയ്യോ, കീപ്പർ. ഞാൻ മിസ്സാക്കിയാൽ ഇവിടെ ഏറ്റവും വലിയ ഓറാലോസ് മൊമെൻ്റാണ് വിട്ടത്. പക്ഷേ നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ 0 പെനാൽറ്റീസ് മിസ്ഡ്. ഈസി കീപ്പർ, ഈസി. കീപ്പർ. ടു ഈസി. നമ്മളില്ലേ ആ കോർണർക്ക്. അയ്യോ അയ്യോ, ജസ്റ്റ് എസ്കേപ്പ് ആണത്. കീപ്പർ. കീപ്പർ ടെൻഷൻ ആയിട്ടപ്പോ നിങ്ങള് ടെൻഷൻ ആവണേന് പകരം കീപ്പറെ ടെൻഷൻ ആയത്. അടുത്ത റൗണ്ട് തൊട്ട് ഫുള്ള് വീക്ക് ഫുട്ടാണ്. ഈ കൈ കൊണ്ട് അടിച്ചെന്നാ. ഇവിടെ ഏതാ സാറേ? ഇവിടെ വീക്ക് ഫുട്ട് ഏതാ? ലെഫ്റ്റ് കൊണ്ട് അടി. ലെഫ്റ്റ് കൊണ്ട് അടിക്ക്. ലെഫ്റ്റ് കൊണ്ട് അടി. ലെഫ്റ്റ് കൊണ്ട് അടി. ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ഇത് കൗണ്ട് ചെയ്യൂലേ? എന്നാ ബാബാ നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാള് വീക്ക് ഫുട്ട് കൊണ്ട് അടിക്കാൻ ധൈര്യമുള്ള ആളാരാ? ഇതാണ് പ്രഷർ. കോച്ച് കമോൺ. ഈസി. കീപ്പർ സേവ് ചെയ്യേ. 15 ഷോട്ടായി. കമോൺ. ഈസി. ഫസ്റ്റ് പോയിന്റ് ഫോർ us. ബോയ്സ് 1 പോയിന്റ് ലീഡാണ്. നോക്കട്ടെ. ഈ അടിച്ചിട്ടല്ലോ ഒറ്റൊന്ന്. 100% തൊള്ള. 0 കളി. എന്താ പൊന്നപ്പ ഡയലോഗ് അടിച്ച് പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല നീ. അത് ലെഫ്റ്റിന്റെ പൊട്ടിയിരിക്കുക. ഫസ്റ്റ് പോയിന്റ് ഫോർ ടീം ബോയ്സ്. സംഭവം 5 ചലഞ്ച് ഉണ്ടെങ്കിലും ഫസ്റ്റ് ടീം ടു വിൻ 3 ചലഞ്ചസ്. അവരായിരിക്കും ഈ ഒരു വീഡിയോയിലെ ചാമ്പ്യൻസ്. ഇനി നമ്മുടെ സെക്കൻഡ് ചലഞ്ച് ഫർദസ്റ്റ് ക്രോസ് ബാർ വിൻസ്. ആകെ നോക്കുന്ന ഒരു കാര്യമുള്ളൂ, ഏറ്റവും ഡിസ്റ്റൻസ് ആരാണോ കൊള്ളിക്കേണ്ടത് ആ ടീം ജയിച്ചു. ആരാ ഫസ്റ്റ്? കമോൺ.
അയ്യോ, ഒന്ന് കൊള്ളിച്ചാലേ ഒരു നിർത്താതെ അടിക്കേണ്ട ആവശ്യമുള്ളൂ. ഓ, ബാക്കിലാണോ? ഓ, എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയേ. ഒന്നാം സ്ഥാനം കിട്ടി. കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് അടിക്ക. ഇങ്ങനെ ഇട്ട് അടിക്കാന്ന് പറഞ്ഞു. അയ്യോ, വിഷ്ണു കൊള്ളിച്ച. ഇതിപ്പം കൊള്ളിച്ചാ ഞങ്ങള് ജയിച്ചിട്ടോ. കാരണം നിങ്ങള് 5 ഷോട്ട് കഴിഞ്ഞില്ലേ? എടാ പൂച്ചാണ്ടി, എങ്ങട്ടാ ഇത് കൊണ്ടില്ലെങ്കിൽ എന്താ അറിയോ, നെഗറ്റീവ് ഓറാവൂട്ടോ. ഭയങ്കര പ്രശ്നമാവും, ആൾക്കാർ ഊക്കും. ഇത് കൊണ്ടില്ലെങ്കിൽ എന്താ പറഞ്ഞത്? ഓറ, നെഗറ്റീവ് ഓറായി. നമ്മളെ ക്യാമറ എന്താ കാണിക്കണ്ട? ഒരു സ്ഥലത്ത് നിന്ന് അടിക്കുക, ക്യാമറ എൻ്റെ അനുസരിച്ച് നീങ്ങണ്ട്. ഇത് ഇതെന്താ? അയ്യോ, കുഴപ്പമില്ല, കൊണ്ടില്ലല്ലോ. 2 ടീമിന്റെയും 5 അറ്റംപ്റ്റ്സ് വീതം കഴിഞ്ഞപ്പോഴും 0 ക്രോസ് ബാർ ഹിറ്റ്സ്. ഇനിയുള്ളത് സഡൻ ഡെത്ത് ആണ്. Shocking, dreadful, no quality. കോച്ച് അടിച്ചൊന്ന് നമ്മളെ ടീമിന്റെ മാനം കാക്ക്. അക്കാഡമി ഞങ്ങളെ പേരിലോ. തീർന്നു. ഓൾവേസ് കോച്ച്. പിന്നല്ല 2-0 കേട്ടോ. 2-0 എടി കഴിഞ്ഞു. എന്നിട്ട് പോര്, വാ. ഇപ്പൊ പോയിന്റ് ഞങ്ങൾക്ക് 2, ഇവരെല്ലാവർക്കും കൂടെ 0. ഗൈസ്, നിങ്ങൾ ഇതുവരെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു സബ്സ്ക്രൈബ് മാൻ. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തോ. ഇനി നമ്മുടെ 3rd റൗണ്ട് ഷൂട്ടിംഗ്. 2 ടീമിനും 10 ഷോട്ട് വീതം ഉണ്ടാവും. ആൻഡ് ആരാണോ കൂടുതൽ സ്കോർ ചെയ്യുന്നത് അവരായിരിക്കും ജയിക്കുക. ഈ റൗണ്ട് കൂടെ ഞങ്ങൾ ജയിച്ച ദ വീഡിയോ ഈസ് ഡൺ. അതല്ല, അതിന് പോയിന്റ് കിട്ടൂല, ഞങ്ങൾ അടിച്ച് ജയിക്കണം. ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങേ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പ്രഷർ ആവുക ചെയ്യാം. ഞങ്ങളൊരു 8 എണ്ണൊക്കെ സ്കോർ ചെയ്താലോ? ഞങ്ങൾ 5 എണ്ണം അടിക്കും, പിന്നെ 5 എണ്ണങ്ങൾ അടിക്കും. ഓക്കെ, ഫസ്റ്റ് ഷോട്ട്, ഫസ്റ്റ് ഗോൾ. The footballers not left them. നമ്മളോട് അപ്പളേ പറഞ്ഞോ കോച്ച്? ഇതാ 2ാമത്തെ ഗോള്. ഓ, ഇതെന്ത് നിങ്ങൾക്കൊരു റിയാക്ഷൻ ഒന്നും ഇല്ലാത്ത? നല്ലത് കാണുമ്പോ നല്ല റിയാക്ഷൻ ഇടാലോ. ഓ, കണ്ട? ആ, 0 action. ഓ, സൂപ്പർ. ഇവിടെ ഇതിന്റെ പുറത്തുനിന്ന് കീപ്പർ ഈസി. അടിച്ചോ, ബോക്സിന്റെ പുറത്ത് പോരുന്നുള്ളൂ. ആ, എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എന്ത്? ആ, ഇല്ലല്ലേ. എന്താണ് ഓളെ മേത്തട്ടി പോയത്? അല്ലേ അല്ലേ, ഓളെ മേത്തട്ടി. എന്താണ് ഇത്? നോർമൽ ഗെയിം അല്ലല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചാരിറ്റി ഗോൾ തരാം, കളിക്ക്.
ആ ഇപ്പൊ എന്താ ഇപ്പൊ ഒരു ഫുള്ള് ക്രോസ് ബാറിന് ഇല്ല ലോൾക്ക് പ്രഷർ ഇല്ല ഇല്ലല്ല നമ്മളൊന്നും പറയാൻ പാടില്ലേ ഇല്ല സ്റ്റോൺ പേപ്പറിൽ ജയിച്ച് ഓളെ ജയിച്ച് അഞ്ചടിയിൽ 2 ടീമും ഇപ്പൊ 2 അടിച്ചാണ്. വിഷ്ണു സ്കോർ ചെയ്യേ. എടാ പൂച്ചാണ്ടി നാളെ നിങ്ങൾക്ക് ഫുള്ള് പണിഷ്മെന്റ് ആണ് അല്ലേ? നാളെ എന്താ പേർക്ക് സെഷൻ എന്താ? റണ്ണിങ് മാത്രമല്ലേ ഉള്ളൂ ഇവർക്ക്? ഫുള്ള് റണ്ണിങ്. നാളെ സാറിന്റെ പിടിക്കാരൻ വീട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അതുപോലെ നമ്മള് ആളെ എയറിലാക്കുന്നുണ്ട്. നാളെ മിക്കവാറും പതപ്പിക്കും. Leave the football before the football leaves you. വിഷ്ണു നീക്കി അടിച്ചോ. ഒരു ഗോളെങ്കിലും വേണം ഇതില്. ഓ നൈസ് വൺ. ഇല്ല ഈ അടിച്ചോ, ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞത് അടിച്ചോ. ഈ ഒരു ഗോൾ അടിച്ചാൽ സമനിലായി. ഈ അല്ലേ കുറച്ച് ഒരു കാര്യം ചെയ്യ്, ഇവിടെ വെച്ചോ. പന്തിന്റെ ഇങ്ങനെ ആയാൽ മതി. ഇവിടുന്ന് അടിച്ചോ. ഗോൾ അടിച്ചില്ലെങ്കിൽ എനിക്ക് ഞാൻ ജ്യൂസ് വാങ്ങി തരാം. വേണോ? ഡീല് വേണോ? ഇത് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ സമ്മാനല്ലേ? അതെന്താ? അടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, പക്ഷെ അടിച്ചില്ലെങ്കിൽ എനിക്ക് ജ്യൂസ് ഉണ്ട്. ഓള് ടീമിനെ ചതിക്കൂല എന്നാ പറഞ്ഞത്. ഓള് നിങ്ങളെ ടീമിനെ ചതിക്കാൻ പോവാ. സാറിന്റെ മേലേക്ക്. ആ ഗുഡ് വൺ. ഇത് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു. ജ്യൂസ് വേണ്ട പറഞ്ഞു. എന്റെ മോട്ടിവേഷൻ നേരെ തിരിച്ചാട്ടോ വർക്കാറുണ്ട്. ഒരു ടെൻഷനായി. എല്ലാരോടും തന്നെയാണോ പറയണ്ടേ? പാറി സേവ് എന്തെങ്കിലും. ഈ ഒന്നുകൂടെ അടിച്ചോ. ഈ ഒന്നുകൂടെ അടിച്ചോ. ഇവളെ മോട്ടിവേഷൻ ആണ് പ്രശ്നങ്ങളെ ടീമിന് സത്യം പറഞ്ഞ. ഇനി ഞാൻ കീപ്പർ ഇരിക്കട്ടെ. ഞാൻ നിക്കാം. ആർക്ക് എന്തായാലും ജോബൊന്നും ഇല്ലല്ലോ. ഞാൻ നിക്കാം. എന്നാ ഒന്നുകൂടെ അടി. ആ മോട്ടിവേഷൻ. എനിക്ക് മോട്ടിവേഷൻ എന്താ? പുറത്തേക്ക് അടിച്ച്. ഓ അത് കോളാ. ഗുണ്ടിട്ട ഓള് കാണണ്ട, ക്യാമറ ഉണ്ട്. ഒരു അഞ്ചടി കൂടെ ആണോ? ആ മേഡം ആരോ. ഒന്നും പറയണ്ട, അതാ നല്ലത്. ഒന്നും പറയണ്ട, അതാ നല്ലത്. മിണ്ടാതെ നമുക്ക് അടുത്ത ചലഞ്ചിക്ക് പോവാം. അതാ നല്ലത്. അടുത്ത കളി പറഞ്ഞത് ഇന്നല്ലേ ഉദ്ദേശിച്ച? അല്ല ഇവര് മാച്ച് ഡേ വെക്കണ പോലെ. ദിസ് ഈസ് ടു ഈസി. 3 ചലഞ്ചസിലും വി വോൺ. ഈ ഒരു വീഡിയോ ഇവിടെ കഴിയേണ്ടതാട്ടോ. പക്ഷേ ഓരോരു സമാധാനത്തിന് 4th റൗണ്ട് 1 vs 1 3 ഗോൾ ഫസ്റ്റ് അടിക്കുന്ന ടീം ജയിക്കും. ഇതിലെങ്കിലും ഒരു ജയിച്ചാ മതിയോ? ഒന്നുകൂടെ പറ. ഈ ഡിഫൻഡർ അറ്റാക്കറാ. എന്നാ കമോൺ വരും. അയ്യോ
അടുത്ത് ഇങ്ങനെ പോരെ. അടിച്ചോ? എന്തേ ഇതെന്താ ഇവള് 1v1 റെഡി ബോൾ എടുക്കാൻ പോണ്ട്? ഇതെന്താ അങ്ങോട്ട് പോയത്? ഓ ഇവിടെ ടെൻഷൻ ആവണ്ട കളി. അതാ നീ നിർത്തിക്ക. സാറ് ഗോൾ അടിച്ചാൽ ഞങ്ങൾ 2 ഗോളായിട്ടോ. നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ ചലഞ്ചാണിത്. എന്തത് ഇങ്ങനല്ല ഓൾ ഉദ്ദേശിച്ചത് കോച്ച്. ഓൾ ഉദ്ദേശിച്ചത് ഇങ്ങനല്ല. ആ ഇതെന്തത് ഈ എങ്ങനെ എനിക്ക് വേണ്ടേ? ഇങ്ങനെ എങ്ങനെയാണ്? ഇനി വേറെ ടെക്നിക്ക് ഉണ്ടോ? ചെയ്തോ. ഞാനാണ് ഇനി ഇത് ഗോളായാൽ ഞങ്ങൾ ജയിച്ച്. ആയിക്കോട്ടെ. വിഷ്ണു ഗോളല്ലെങ്കിൽ ഒരു ജയിച്ചേ, അത് നോക്കി കളി. അയ്യോ അയ്യോ നട പോയാലെന്താ, നിങ്ങൾ ജയിച്ചല്ലേ? ഇല്ല മതി ഒരു ജയിച്ച 3-1. Wow, first point for the girls team. ഒരു അധ്വാനിച്ചെന്നെ നേടിയതാട്ടോ. ഐ ആം പ്രൗഡ് ഓഫ് ദം. സംഭവം ഈ ഒരു വീഡിയോ ടീം ബോയ്സ് ഈസി ആയിട്ട് തന്നെ ജയിച്ചിട്ടുണ്ടെങ്കിലും വി സ്റ്റിൽ ഡിഡ് എ 5th റൗണ്ട്, അതും 2 versus 2. ആ ഒരു പോർഷൻ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഉള്ളത് പറയാലോ, ആ ഒരു സെഗ്മെന്റില് ടീം ഗേൾസ് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റോൺ പേപ്പറിൽ ജയിക്കുക. നമുക്ക് ഫസ്റ്റ് 3 പോയിന്റ് ഇടുന്ന ജയിക്കൂട്ടോ. എടാ 1, 2, 3 കഴിഞ്ഞിട്ടാണ് കാണിക്കാൻ പാടുള്ളൂ. സ്റ്റോൺ പേപ്പർ സീസർ മൂന്നാമത്തെ കാണിക്കണം. നേരത്തെ വിട്ടെന്നപ്പോ തലി കയറി കളിക്കണം. ഞങ്ങളെ അക്കാഡമി പോര്, നമുക്ക് ഞങ്ങളെ സൈൻ ചെയ്ത് കൈ തിരിച്ചെടുക്ക. അണ്ണ ഞങ്ങൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ പോലെ പറയും, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് യൂട്യൂബറാണ് ഞാൻ.